ഹലോ ഗൈസ്, ലൈഫ് അപ്ഡേറ്റ്സിന്റെ 6ാം ദിവസത്തിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ കണ്ടിന്യൂഷൻ വീഡിയോ അല്ല. 2 ആഴ്ച മുന്നേ വയനാട് പോയതാണ്. ഇതെന്തിനാ ഇപ്പൊ കാണിക്കണമെന്ന് പലർക്കും തോന്നും. പക്ഷേ ഇതെന്തിനുള്ളതാണെന്ന് വീഡിയോ കണ്ടുകഴിയുമ്പോൾ മനസ്സിലാവും. രാവിലെ 6 മണിക്ക് തന്നെ മാനന്തവാടിയിൽ എത്തുമെന്ന് പറഞ്ഞ ബസ് എത്തിയപ്പോൾ 10 മണിയാകാറായി. അവിടുത്തെ ക്ലോക്കിലാണെങ്കിൽ അപ്പോഴും 6:45 തന്നെയായിരുന്നു. സ്റ്റാൻഡിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അടുത്ത ബസ്സും കിട്ടി. നേരെ അതിൽ ചാടി കയറി ടിക്കറ്റും എടുത്തു. നമ്മളിപ്പോൾ പോകുന്നത് തിരുനെല്ലിയിലേക്കാണ്. ആൻഡ് ദ ഡെസ്റ്റിനേഷൻ ഈസ് തിരുനെല്ലി ഫോറസ്റ്റ് ഐബി. ഈ റൂട്ട് ഭയങ്കര ഭംഗിയാണ്. ചിലപ്പോഴൊക്കെ ആനിമൽ സെറ്റിംഗും കിട്ടും. ഈ കാണുന്നതാണ് തോൽപ്പെട്ടി ഫോറസ്റ്റ് ഓഫീസ്. ഇത് നോർമലി വെച്ചോ ഒരു വലിയ കഥ പറയാനുണ്ട്. ബസ് അങ്ങനെ തിരുനെല്ലി എത്തി. കുറച്ചു നേരം നിന്നപ്പോൾ നന്ദു സാർ വന്നു. പിന്നെ അവിടുന്ന് ഫുഡും കഴിച്ച് സാറിന്റെ ഒപ്പം ഫോറസ്റ്റ് ഐബിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ 2-3 വെറൈറ്റി കുരങ്ങന്മാരെ കണ്ടു. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം പറയാം. ഫോറസ്റ്റ് ഐബി പെയിന്റ് ചെയ്ത് കളർഫുൾ ആക്കണം. അപ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്നുള്ള പ്ലാനിങ് ചെയ്യുകയും എത്രമാത്രം പെയിന്റ് ആവശ്യം വരുമെന്നുള്ള എസ്റ്റിമേറ്റ് ഇടുകയുമാണ് നമ്മുടെ ആഗമന ഉദ്ദേശം. വർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ നന്ദു സാർ കാണിച്ചു തന്നു. അപ്പോഴാണ് ബാലേട്ടൻ കാട്ടിലേക്ക് ഇല വെട്ടാൻ പോകുന്നു പറഞ്ഞത്. പിന്നെ ഞാനും ആളുടെ ഒപ്പം പോയി. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് നല്ല പച്ചപ്പാണ്. പിന്നെ അട്ടയും. അങ്ങനെ അടയുണ്ടാക്കാനുള്ള ഇലയെല്ലാം പറിച്ചു കഴിഞ്ഞപ്പോൾ ചോരക്കളിയായി. ഈ അട്ടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ ചോര വന്ന സ്ഥലത്തായിരിക്കും കൂടുതൽ അട്ട വന്ന് കടിക്കുന്നത്. ഉപ്പും സാനിറ്റൈസറൊന്നും എടുക്കാത്തതുകൊണ്ട് എല്ലാത്തിനും തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞിട്ട് തിരിച്ച് ഐബിയിലേക്ക് വന്ന് കുറച്ച് ഐഡിയാസ് സ്കെച്ച് ചെയ്തു. ഇതാണ് കുറുമേട്ടൻ, ഒരു 75 വയസ്സുള്ള ചെറുപ്പക്കാരൻ. കേരളത്തിൽ നിന്നുള്ള ബ്രഹ്മഗിരി ട്രെക്കിങ്ങിന്റെ ബേസ് ക്യാമ്പാണ് ഈ ഐബി. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നേച്ചർ ക്യാമ്പ് നടത്താറുണ്ട്. ഇത്തവണ വന്നിരിക്കുന്നത് നിലമ്പൂർ ഒരു കോളേജിലെ കുട്ടികളാണ്. കിച്ചണിൽ ചെന്ന് നമ്മൾ പറിച്ച ഇല കൊണ്ടുണ്ടാക്കി അടയും കഴിച്ചിട്ട് നിൽക്കുമ്പോഴാണ് ഞാനിത് കണ്ടത്. അരിക്കൂൺ, തരിക്കൂൺ എന്നൊക്കെ ഇവർ പറയും. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. പിന്നെ അവിടെ ഇരുന്ന് അത് ക്ലീൻ ചെയ്യാൻ കൂടി വാരേട്ടൻ അത് കറി ഉണ്ടാക്കി തന്നു. കിടിലൻ ടേസ്റ്റ്. അതിനുശേഷം കുട്ടികളോട് ക്യാമ്പ് ഫയറിൽ ഇരുന്ന് പാട്ടും പാടി നേരെ കിടക്കാൻ പോയി. നമ്മൾ ഈ വീഡിയോ ഇട്ടതിന്റെ ഉദ്ദേശം പറഞ്ഞില്ലല്ലോ. അതായത് ഇവിടെ നമ്മൾ പെയിന്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, അതിന് നമുക്കൊരു 4-5 ആൾക്കാർ ആവശ്യമുണ്ട്. 2025 ഡിസംബർ 19-നും 27-നും ഇടയിലുള്ള ഏതെങ്കിലും ഒരു 5 ദിവസമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഡേറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റിയലിസ്റ്റിക് വോൾ പെയിന്റ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കി. അപ്പോൾ ബൈ.